ഹായ് ഫ്രണ്ട്സ്. ഹലോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാട്ട ഗുസ്തി 2 ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഗാട്ട ഗുസ്തി 1 നല്ല എടുക്കാൻ പടായിരുന്നു. സിമ്പിൾ ആയിരുന്നു, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാ എലമെന്റ്സും ഉള്ള നല്ല എന്റർടൈൻമെന്റും ഒക്കെ ഉള്ള. പിന്നെ ആ ടൈമില് ഫുള്ള് ഐശ്വര്യലക്ഷ്മിയുടെ ആ ഫൈറ്റ് സീന്റെ ഇതായിരുന്നു ഇൻസ്റ്റ ഫുള്ള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു പടമായിരുന്നു. നല്ല പടമായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നു. അതേ ടീം തന്നെയാണ്. മേ ബി അവരുടെ ബാക്കി കഥ എങ്ങനെയാണ് പോണെന്ന് ആയിരിക്കാം. എന്തായാലും കണ്ടുനോക്കാം. ஹாய் சார். ஹாய் விஷ்ணு, ஹவ் ஆர் யூ? குட் சார், எப்படி இருக்கீங்க? நல்லா இருக்கேன்ப்பா, உட்கார். தேங்க் யூ சார். அப்புறம் விஷ்ணு, The producer. அடுத்து என்ன படம்? பார்ட் 2 பண்ணலாம்னு இருக்கேன் சார். நீங்க ஓகேனா சேர்ந்து பண்ணிடலாம். கதை அமைஞ்சா பண்ணிடலாம் விஷ்ணு. முண்டாசிப்பட்டி பார்ட் 2 தானே? இல்ல சார். இன்டர்நெட் நாளை பார்ட் 2வா? அதுவும் இல்ல சார். ஓ, ராட்சசனா? அது இப்போ இல்ல சார். அப்ப வேற என்ன பார்ட் 2? கட்டா குஸ்தி பார்ட் 2. கட்டா குஸ்தி பார்ட் 2வா? ம். நான் இல்லாம கட்ட குஸ்தி பாட்டுவா? பார்ட் 2 நல்ல விஷயம் தான். சித்தப்பா நான் இருக்கடா. பார்ட் 2 எல்லாரும் சாகடிக்கிறான். பாலிடிக்ஸ் நடுல இது வேற. அண்டியர் ஏன் எடுக்கூடாது? பார்ட் 1 நல்லா தானே போச்சு. எடுக்கலாம் விஷ்ணு, தப்பு இல்ல. ஆனா பார்ட் 1லயே கதை முடிஞ்சு போச்சே. பார்ட் 2 எப்படி? டைரக்டர் ஃபோன் போடுங்க. பாத்திரம்லாம் வச்ச இடத்துல இருக்கிறது இல்லை. ஹாய் சார். என்ன செல்லா, எல்லாரும் பார்ட் 2 எடுக்கிறாங்கன்னு நீங்களும் எடுக்கணும்ன்றீங்களா? அப்படிலாம் இல்லை சார். வேற எப்படி? பிரிஞ்சிருந்த புருஷனும் பொண்டாட்டியும் சேர்ந்துட்டாங்க, குழந்தையும் பிறந்துருச்சு. இதுக்கு மேல நீங்க என்ன கதை சொல்ல போறீங்க? சார், பிரிஞ்சிருந்தா ஒரு கஷ்டம்தான், பொண்டாட்டி பிரிஞ்சு போயிட்டாலே அப்படின்னு. ஆனால் சேர்ந்துருந்தா ஒவ்வொரு நாளும் எவ்வளோ கஷ்டம். உங்கள் அனுபவத்தில் சொல்லுங்கள் சார், ஆமாவா இல்லையா? என்ன விஷ்ணு, கதையை கேட்டா நம்மளையே லாக் பண்ற மாதிரி இருக்கு. ஆமான்னு சொன்னா குடும்பத்துல தேவையில்லாத பிரச்சனை வந்துடும். இல்லைன்னு சொல்றதுக்கு எனக்கு மனசு வரல. நான் என்னன்னு சொல்லுவேன். சார், என் அனுபவத்தில் சொல்லவா? எதுவுமே சொல்லாம அமைதியா இருந்துருங்க. அதான் குடும்பத்துக்கு நல்லது. ஓ, இந்த கான்செப்டை வச்சு எத்தனை பார்ட் வேணாலும் எடுக்கலாம் போல இருக்க. ம். പൊള്ളായിട്ടില്ല. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്സ്. അപ്പൊ അതായത് ഇത് കൂടുതലും ബേസ് ചെയ്യണ ഫാമിലിയിലേക്കായിരിക്കും. അവരുടെ കുടുംബജീവിതം, കുടുംബത്തിൽ നടക്കുന്ന വഴക്കും അവിടെയും പക്ഷെ കുസ്തി വരും എന്തായാലും. തമ്മിലായിരിക്കും. അങ്ങനെയാണ് കാണിച്ചേക്കണത്. കൊച്ചു രണ്ടുപേർക്കും കുസ്തിക്ക് വേണ്ടി ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നല്ലൊരു എന്റർടൈനർ ആയിരിക്കും തോന്നുന്നു. പുള്ളി ആദ്യം തന്നെ ചോദിക്കണ്ടേ ഏതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിന്റെ ഇടയിൽ രാക്ഷസ. അപ്പൊ പുള്ളി പറഞ്ഞു പിന്നെ എന്തായാലും വരും എന്നുള്ളതാണ്. ഇതിപ്പോ ഒന്നും കാണിച്ചിട്ടില്ല. ചെറിയ ജസ്റ്റ് കൊടുക്കണതിനെ പറ്റി അനൗൺസ്മെന്റ് ആണല്ലോ. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടാവില്ല, ഇനിയായിരിക്കും വരാണ്. അപ്പൊ അനൗൺസ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ടാണ് ഷൂട്ടിംഗ് കൊടുക്കാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒരു അനിമേഷൻ കാണിച്ചിട്ടുണ്ട്. നല്ലായിരിക്കും. മറ്റേ പ്രൊഡ്യൂസറിന്റെ പറയല്ലേ, ഭാര്യയുടെ കാര്യം സമാധാനം. അതെ, കൊള്ളാം. എന്തായാലും നോക്കാം. എന്തായാലും നല്ലൊരു മൂവി തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാല്ലേ. കാരണം ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ലൊരു നെഗറ്റീവ് ഇല്ല, നല്ലൊരു മൂവി. പിന്നെ വിഷ്ണു വിശാലിന്റെ എല്ലാ പടവും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടങ്ങളോ. ഒന്നും മോശം പടം പറയല്ല, നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ്. പിന്നെ അവന്റെ ആക്ടിങ് ആണെങ്കിലും വളരെ നാച്ചുറൽ ആക്ടിങ് നല്ലതാണ്. പിന്നെ നമ്മുടെ ഐശ്വര്യലക്ഷ്മി ഉണ്ട്. അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിരുന്നു. അവളുടെ കുറെ സീൻസും ഫൈറ്റ് സീൻസ് ഒക്കെയാണ് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് റിവീൽ ചെയ്ത് പിന്നെ പടം പോണ ഒരു പോക്ക് എടുക്കലാണ്.
നമ്മുടെ ഗോതയൊക്കെ പോലെ അതെ ഒരു ലേഡി ഫൈറ്റർ. അതിനെ ഒരു നാടൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ അതിനകത്ത് സീനൊക്കെ സൂപ്പർ. പുള്ളിക്കാരി ഇടിക്കുമ്പോ അവന്റെ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും വെയിറ്റിംഗ് ആണ്. അടുത്ത വീഡിയോ ആയിട്ട് ബൈ.